ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് വാനില കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേക്ക് ചെയ്യാനോ ഒന്നിനും നിൽക്കണ്ട കേട്ടോ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തണുപ്പുണ്ടാകാൻ പാടില്ല മുട്ട. സാധാരണ നമ്മൾ കേക്കിലേക്കൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെയാണ് എടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ പഞ്ചസാര. അപ്പോൾ പൊടിക്കാതെ പഞ്ചസാര എടുക്കുന്ന സമയത്ത് 1/4 കപ്പ് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു മധുരം ഈ ഒരു കേക്കിനുണ്ടാവും. ഇനി നല്ല പോലെ പഞ്ചസാരയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ചേർക്കാം. അതിന് പകരം നിങ്ങൾക്ക് ബട്ടറും ചേർക്കാം കേട്ടോ. ബട്ടർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഓയിൽ ചേർത്താലും മതി. ഓയിൽ ചേർത്താലും കറക്റ്റായിട്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തണുപ്പില്ലാത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ മുട്ട എടുത്തത് കാരണമാണ് 1/2 കപ്പ് പാലെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാലെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. വാനിലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് കറക്റ്റായിട്ട് തന്നെ അളന്നിട്ട് എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കേക്ക് ബാറ്ററിലേക്കാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയാവും ഇതിലേക്ക് ആവശ്യമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ലൂസായിട്ടുള്ള ബാറ്ററിൽ ഇത് കുറച്ച് നമുക്ക് ടൈറ്റായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1/4 കപ്പ് മൈദ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു ഒട്ടുന്ന പാകമായിട്ടാണ് നമുക്കിതിൻ്റെ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് വീണ്ടും മൈദയൊന്നും ചേർത്ത് കൊടുക്കരുത്. കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ ഓയിലോ ബട്ടറോ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വലിയുന്ന ഒരു പാകത്തിനാണ് നമുക്കിതിൻ്റെ ഒരു മാവ് വേണ്ടത് കേട്ടോ. ചപ്പാത്തി മാവിൻ്റെ അത്രയും ഒന്നും ടൈറ്റാക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കേക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടൂല കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സ് ചെയ്യുക, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളൊരു കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ 40 മിനിറ്റൊക്കെ എന്തായാലും ബേക്ക് ചെയ്യണമല്ലേ. ഇതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ ഉരുളൻ്റെ അത്രയും വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 9 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറുതാക്കിയിട്ട് എടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു 2 ഡയറി മിൽക്ക് എടുത്തിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിലും എടുക്കുക കേട്ടോ. ഡയറി മിൽക്ക് തന്നെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ഡയറി മിൽക്ക് ഉള്ളതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു പീസുകളെ വെച്ചെടുക്കുന്നുള്ളൂ. കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും വെറുതെ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. നല്ല വാനില കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നുള്ളിലാക്കി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കത് ചോക്ലേറ്റ് ഫ്ലേവറിലും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ അതേ ഫ്ലേവർ തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇനി നമുക്ക് ഇത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ഒരുപാട് ചൂടാക്കരുത്. ചെറിയൊരു ചൂടാവുന്ന സമയത്ത് നമ്മൾ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈഡ് ബണ്ണൊക്കെ ഉണ്ടാക്കിയ ഒരു സമയത്ത് കാണിച്ച പോലെ തന്നെ അതുപോലെ ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിനാണ് നമ്മൾ ഇതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ ഒരുപാട് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിയിട്ടോ, ഉൾഭാഗം നമുക്ക് ആയി കിട്ടൂല. ഇത് ചെറിയ ആ ചൂടിൽ കടന്നിട്ട് ഉൾഭാഗത്തു നിന്ന് ഇങ്ങനെ പൊങ്ങി വരണം കേട്ടോ. എന്നാലേ നമുക്ക് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോഴേ കറക്റ്റ് നമുക്ക് നല്ല സോഫ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ചെയ്യരുത് കേട്ടോ, ഓയിൽ തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഒരു ഭാഗമായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ലപോലെ ആക്കിയിട്ട് എണ്ണയിൽ കോരി മാറ്റാം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം അത്രയ്ക്ക് തന്നെ ശ്രദ്ധിക്കാനുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നമ്മളെ നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ എണ്ണ തിളച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ. അത്രയും ചൂടാവാതെയാണ് നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കുന്നത്. എന്നാലും എണ്ണയൊന്നും കുടിക്കൂല. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊന്നും ഒട്ടും തന്നെ കുടിക്കൂല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ അത് ചൂടോട് കൂടി കഴിക്കരുത്, കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനൊന്നും ഞാൻ ഫ്രൈ ചെയ്യുന്നത് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടൊക്കെ വീഡിയോ കാണണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. പുറം ഭാഗം ഇത്തിരി ക്രിസ്പായിട്ടാവും. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അതും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.